ഓക്കെ, അപ്പം നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ വാൾപേപ്പർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും, അതുപോലെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കാര്യങ്ങൾ കസ്റ്റമൈസേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് വാൾപേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാൾപേപ്പർ ആപ്ലിക്കേഷൻ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 വാൾപേപ്പർ ആപ്ലിക്കേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുകളായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ നിങ്ങൾ ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട 3 ആപ്ലിക്കേഷനുകളാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കാറ്റഗറീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ ഓരോ ആപ്ലിക്കേഷനും തികച്ചും വ്യത്യസ്തമായുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് എല്ലാത്തിൻ്റെയും ഇൻ്റർഫേസ് അതുപോലെ തന്നെ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബാക്ക് ഡ്രോപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനായാലും നിങ്ങൾക്ക് പല രീതിയിലുള്ള കാറ്റഗറീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കാം. അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓരോ വാൾപേപ്പർ ചൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അതിനകത്ത് പോപ്പുലർ, അതുപോലെ എന്താ പറയുക, ന്യൂ ഡേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറീസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് പരസ്യം കാര്യങ്ങളുണ്ടാകും. അതായത് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ചെറിയൊരു ആഡ് പോലെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പരസ്യം കാര്യങ്ങളൊന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ അത് മിനിമലായിരിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ വാൾപേപ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ വാൾപേപ്പർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വാൾ. ഓക്കെ, ഇതൊരു ആപ്ലിക്കേഷൻ്റെ പേരാണ്, അതായത് വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ പേരാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടും അതുപോലെ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ വളരെ മിനിമലായുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പരസ്യമോ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് നെറ്റ് റേഞ്ച് കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ ചെറിയൊരു ലാഗും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് അനുഭവപ്പെടും. അതായത് വാൾപേപ്പർ ലോഡ് ചെയ്യാനുള്ള ഒരു ലാഗും കാര്യങ്ങളും അനുഭവപ്പെടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ ഞാൻ പറയാവുന്ന 2 ആപ്ലിക്കേഷൻ, അതായത് ടോട്ടൽ 3 ആപ്ലിക്കേഷനാണല്ലോ, അതിൽ ഇപ്പം ഇനി പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ അതുപോലെ അവസാനം പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ കൂടി മസ്റ്റായിട്ടും ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് നത്തിങ് ബട്ട് വാൾ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. അപ്പം നിങ്ങളൊരു ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ, ഇതുപോലത്തെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് Wallpaper എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഏകദേശം യൂസർ ഇൻ്റർഫേസും അതുപോലെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസും ഏകദേശം സെയിം ആണ്. അതായത് നിങ്ങൾക്ക് പല രീതിയിലുള്ള കാറ്റഗറീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് ഒരു കാര്യങ്ങളൊന്നുമില്ല. ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്, ജസ്റ്റ് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ. പല രീതിയിലുള്ള കാറ്റഗറീസും കാര്യങ്ങളുണ്ടാവും. അപ്പം ഈ ഒരു 3 ആപ്ലിക്കേഷനുകളിലും പ്രത്യേകിച്ച് അങ്ങ് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, അതായത് നത്തിങ് ബട്ട് വാൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു മിനിമലായുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ഉള്ളൊരു വാൾപേപ്പറും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. അപ്പം എനിക്കിതിൽ 3 ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ടാമതായിട്ട് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തിനാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.